താങ്കൾ ചോദിച്ചല്ലോ സീറോ എഫ്ഐആറിനെ കുറിച്ച് ചോദിച്ചു. സീറോ എഫ്ഐആർ എന്ന് പറഞ്ഞാൽ ഒരു സംഭവം ഒരു പ്രത്യേക സ്ഥലത്ത് നടക്കുന്നു, ആ സംഭവം നടന്ന സ്ഥലത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ആ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ വിവരം കിട്ടുന്ന പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത് സംഭവം നടന്ന പോലീസ് സ്റ്റേഷനിലേക്ക് റഫർ ചെയ്യുന്നതിനെയാണ് സീറോ എഫ്ഐആർ എന്ന് പറയുന്നത്. ഈ കേസിൽ സീറോ എഫ്ഐആർ ഒന്നും ബാധകമല്ല. ഇപ്പൊ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇന്നലെ ഉത്തരവിൽ പറഞ്ഞ, താങ്കൾ കോടതിയിൽ നടന്ന ചർച്ചയെക്കുറിച്ച് ആദ്യം സൂചിപ്പിച്ചു, ഉത്തരവിൽ പറഞ്ഞ ഇതിൽ ഗവൺമെന്റിനുള്ള പരിമിതി ഞങ്ങൾ മനസ്സിലാക്കുന്നു. നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകണമെങ്കിലും ഒരാൾ പോലും രംഗത്തേക്ക് വരാത്തതിനാൽ ഞങ്ങൾ ഈ റിപ്പോർട്ട് പരിശോധിക്കട്ടെ, അത് പരിശോധിച്ചതിന് ശേഷം ഞങ്ങൾ ഇതിന്റെ മാർഗനിർദ്ദേശം തരാം എന്നാണ് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ മാർഗനിർദ്ദേശം വരട്ടെ, സീൽഡ് കവറിൽ ഈ റിപ്പോർട്ട് കൊടുക്കുന്നു. നിയമ നടപടികളുമായിട്ട് പോകാൻ ഗവൺമെന്റിന് ഒരു മടിയുമില്ല, പക്ഷെ ആ നിലനിൽക്കുന്ന കേസായി മാറണം. രജിസ്റ്റർ ചെയ്തു, പിറ്റേ ദിവസം മജിസ്ട്രേറ്റ് കോടതി തള്ളുകയും ഹൈക്കോടതി ക്വാഷ് ചെയ്യുകയും ചെയ്താൽ ഇത് എന്നേക്കുമായി ഈ അധ്യായം അടഞ്ഞു പോകും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്നിരിക്കുന്ന റിപ്പോർട്ട് ഏറ്റവും സുതാര്യമായിട്ടുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ തുടർ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയിട്ടാണ് ഈ കമ്മിറ്റിയെ വെച്ചത്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ ഏറ്റവും ആധികാരികമായി രംഗത്ത് വന്ന കാര്യങ്ങൾ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് മാതൃകാപരമായി കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം. അതിന് പറ്റിയ സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് നടക്കുന്നത്. ഇനിയെല്ലാം ഹൈക്കോടതിയുടെ നിർദ്ദേശം ഇപ്പോൾ വരും, അതനുസരിച്ച് പോകും. ഒരു തരത്തിൽ മറച്ചു വെക്കാനോ ആരെങ്കിലും രക്ഷിക്കാനോ വെള്ളപൂശാനോ ഏതെങ്കിലും തരത്തിൽ ഒരു സപ്രഷൻ ഇതിന്റെ ഭാഗമായി ഗവൺമെന്റിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. ഗവൺമെന്റിന് ഉള്ള പരിമിതി അത് കോടതിക്ക് ബോധ്യപ്പെട്ടു, ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കും വരും ദിവസങ്ങളിൽ അത് ബോധ്യപ്പെടും എന്നതാണ് മനസ്സിലാക്കുന്നത്. ഒരാളെയും രക്ഷിക്കുന്ന നിലപാട് ബോധ്യപ്പെട്ട് വരുന്നുണ്ട്. ഓരോ കാര്യങ്ങളായി തെളിഞ്ഞു വരുന്നുണ്ട്. നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ എന്താണെന്ന്. വളരെ നന്ദി അഡ്വക്കേറ്റ് അരുൺകുമാർ പ്രതികരിച്ചതിന്. Debate with Smriti Parithikad.